52 ബോഡി കിട്ടിയ വില്ലേജ് റോട്ടിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. ഇതൊരു കാപ്പിത്തോട്ടമാണ്. ആ തോട്ടം പുഴ അങ്ങോട്ട് മാറി ഒഴുകി തോട്ടം മുഴുവൻ ബോഡികളായിരുന്നു. 52 ബോഡി ഇവിടുന്ന് കിട്ടിയതാണ്. അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ, ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് 11 ആൾ മരിച്ച നൗഫലിൻ്റെ വീടിൻ്റെ തറമ്മലാണ്. അവിടെ നിന്നും ഒരു പാറകൾ ഇങ്ങനെ വന്ന് പെട്ടു എന്ന് പറഞ്ഞാൽ ഈ പാറൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഇവിടെ പോയി അതുകൊണ്ട് അതിൻ്റെ മുന്നിൽ തന്നെയാണ് ആ ഉസ്താദ് മരിച്ച പള്ളി. അതൊക്കെ ഇങ്ങനെ കാണും. ഒരു വലിയൊരു പാറ കണ്ട ഒഴുകി അതിലെ വന്നു എന്ന് പറയാൻ പറ്റൂല. അങ്ങനത്തെ ഒരു വല്ലാത്തൊരു വിഷമം പിടിച്ചൊരു സ്ഥലം ഞങ്ങൾ കണ്ടു വെക്കുമ്പോഴേ ഇവിടേക്കൊന്നും ആരെയും വിടുന്നില്ല. ഞങ്ങളൊരു പ്രത്യേക പെർമിഷനൊക്കെ വാങ്ങി വന്നതാണ്. അതാണ് ആ നേരെ കാണുന്നതാണ് വെള്ളം ഒന്നായിട്ട് പൊട്ടിയ സ്ഥലം. പൊട്ടിയ സ്ഥലത്തിൻ്റെ ഉറവിടമാണ് കാണുന്നത്. ഈ ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കി 24 മണിക്കൂർ കൊണ്ടുണ്ടാക്കിയ പാലത്തും കൂടിയാണ് ഇപ്പം ഞങ്ങൾ ഈ വരുന്നത് കേട്ടോ. ഇതൊരു വല്ലാത്ത അത്ഭുതവും ഒരു പാഠവുമാണ്. നമുക്കിതുണ്ട് വെള്ളം ഇങ്ങനെ ഒഴുകുന്ന അടിയിൽ കൂടെ സ്കൂളും ഭാഗങ്ങളൊക്കെ പഠിച്ചോനി അല്ലാഹുവേ, ഏതാൾക്കും ഇങ്ങനത്തെ ഒരു വിപത്ത് കൊടുക്കല്ലേ നാഥ. മഴ പെയ്യുന്നുണ്ട്. നോക്കി ഒരു ഇവിടെയുണ്ട് കാറുകൾ ഇങ്ങനെ കിടക്കണ. കാറും ബൈക്കൊക്കെ ഈ പാറൻ്റെ ഉള്ളിലൊക്കെ മയ്യത്തുകൾ ഇനിയും ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന് അവലൊക്കെ പറയണേ. 100-200 പേരെ ഇനിയും കിട്ടാണ്ടല്ലോ. അതാണ് ഇവിടെയൊക്കെ സുരക്ഷിതമായ വീടുണ്ട്, പക്ഷേ അതിൽ താമസിക്കാൻ സർക്കാർ അയച്ചിട്ടില്ല. പിന്നെ ആരും ഇവിടെ താമസിച്ചിട്ടില്ല. പലരും വന്ന് പല സാധനങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ പോകുന്നുണ്ട്. കാറൊക്കെ ലോറിയൊക്കെ കണ്ട ഓരോ വീടും പല 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 സ്ഥലങ്ങളും ഞങ്ങൾ സന്ദർശിക്കുമ്പോഴൊക്കെ എടുക്കുകയാണ് കാറുകൾ കണ്ട.